US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി വീണ്ടും ഇറാൻ. ട്രംപ് കള്ളം പറയുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആരോപിച്ചു. മിഡിൽ ഈസ്റ്റിൽ സമാധാനം വേണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് ഈ ആഴ്ച ഗൾഫ് മേഖലയിൽ നടത്തിയ സന്ദർശനത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെതിരെയാണ് ഖമേനി രംഗത്ത് വന്നിരിക്കുന്നത്. ട്രംപ് കള്ളമാണ് പറയുന്നത്. ഗസയിലെ കുട്ടികളെ കൊല്ലാൻ ഇസ്രായേലിന് 10 ടൺ ബോംബാണ് US നൽകിയതെന്ന് ഖമേനി വിമർശിച്ചു. വെള്ളിയാഴ്ച UAEയിൽ നിന്ന് തിരിക്കവേ മാധ്യമങ്ങളോട് സംസാരിച്ച ട്രംപ് ആണവ പദ്ധതി വിഷയത്തിൽ US-ൻ്റെ നിർദ്ദേശങ്ങളിൽ ഇറാൻ പെട്ടെന്ന് തീരുമാനം എടുക്കണമെന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും മോശമായത് സംഭവിക്കുമെന്നും പറഞ്ഞിരുന്നു. മറുപടി പോലും അർഹിക്കാത്ത പരാമർശമെന്നായിരുന്നു ഇതിനോട് ഖമേനിയുടെ പ്രതികരണം. ഇത് ട്രംപിനും അമേരിക്കൻ ജനതയ്ക്കും നാണക്കേടാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിനെ അതിമാരകമായ ക്യാൻസറസ് ട്യൂമറെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. അത് പിഴുതെറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീഷണിപ്പെടുത്തൽ തുടർന്നുകൊണ്ടാണ് ട്രംപ് സമാധാനത്തെക്കുറിച്ച് പറയുന്നതെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ ആരോപിച്ചു. ഇതിലേതാണ് വിശ്വസിക്കേണ്ടത്? ഒരിക്കൽ സമാധാനത്തെക്കുറിച്ച് പറയും, പിന്നീട് ഭീഷണിപ്പെടുത്തും. US-ഉമായുള്ള ആണവ ചർച്ചകൾ ഇറാൻ തുടരും. ഭീഷണികളെ ഭയക്കുന്നില്ല. ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ ഉപേക്ഷിക്കില്ലെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയും വ്യക്തമാക്കി. US ഇറാൻ അവസാനവട്ട ആണവ ചർച്ചകൾ പൂർത്തിയായി. തുർക്കിയിൽ വെച്ചായിരുന്നു പരോക്ഷ ചർച്ചകൾ നടത്തിയത്. ഇറാനുമായി ഒരു ആണവ കരാറിൻ്റെ അടുത്തെത്തിയെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. പ്രത്യേക മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇറാനുമായുള്ള ആണവ കരാറിൻ്റെ ഔദ്യോഗിക നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി. ഈ നിർദ്ദേശത്തിൽ ഉടൻ നടപടിയെടുക്കേണ്ടതുണ്ടെന്ന് ഇറാന് അറിയാമെന്നും ട്രംപ് പറഞ്ഞു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ കരാറുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ US വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൗദിയും ഖത്തറും UAEയും സന്ദർശിക്കുന്നതിനിടെ ഇറാനെ ഭീകരരെ പിന്തുണയ്ക്കുന്ന രാജ്യമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഇറാൻ നൽകുന്ന സഹായങ്ങളെ സൂചിപ്പിച്ചായിരുന്നു ട്രംപിൻ്റെ പരാമർശം. ഇതിനെതിരെ പ്രതികരണവുമായി ഇറാൻ പ്രസിഡന്റ് രംഗത്തെത്തി. നമ്മുടെ രാജ്യത്തേക്ക് വന്ന് ഭീഷണിപ്പെടുത്തി തൻ്റെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാമെന്ന് കരുതരുത് എന്നാണ് ഇറാൻ പ്രസിഡന്റ് മറുപടി നൽകിയത്. നമ്മുടെ അന്തസ്സ് കളഞ്ഞ് ഞങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യില്ല. ഇത് ഓരോ ഇറാൻകാരൻ്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്, പെസഷ്കിയൻ പറഞ്ഞു. ഇറാനികളെ താഴ്ത്തിക്കെട്ടാനും രാജ്യത്തിനുള്ളിൽ ഭിന്നത സൃഷ്ടിക്കാനും ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെന്നും പെസഷ്കിയൻ പറഞ്ഞു. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിയൂ. ഒരു കരാറിലെത്തിയാലും ഇല്ലെങ്കിലും ഇറാൻ മുന്നോട്ടു പോകുമെന്നും പെസഷ്കിയൻ വ്യക്തമാക്കി. ഇറാൻ ഭീകരതയെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് ട്രംപ് പറഞ്ഞതിനെയും ഇറാൻ പ്രസിഡന്റ് വിമർശിച്ചു. 2010കളിൽ IS ഭീകരർക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഇറാൻ കമാൻഡറായ ജനറൽ ഖാസം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടത് ട്രംപാണെന്ന് മറക്കരുതെന്നും പെസഷ്കിയൻ ഓർമ്മിപ്പിച്ചു. 2020-ൽ ബാഗ്ദാദിൽ നടന്ന US ഡ്രോൺ ആക്രമണത്തിലായിരുന്നു ജനറൽ സുലൈമാനിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. കഴിഞ്ഞ 47 വർഷമായി നിങ്ങൾ ഇറാനെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. ഇനിയും ഇങ്ങനെ തന്നെ തുടരുമെന്നും പെസഷ്കിയൻ പറഞ്ഞു. US മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്തുകയും മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. പെസഷ്കിയൻ US-നെ ലോകത്തിൻ്റെ യഥാർത്ഥ കൊള്ളക്കാർ എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ വിദേശ നയം ഇരട്ടത്താപ്പിലും യുദ്ധഗതിയിലുമുള്ളതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇറാൻ ഒരിക്കലും ഭീഷണികൾക്കോ ഉപരോധങ്ങൾക്കോ കീഴടങ്ങില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ബാഹ്യശക്തികളെ ചെറുക്കാൻ പ്രാദേശിക ഐക്യം വേണമെന്നും പെസഷ്കിയൻ പറഞ്ഞു.